എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. എല്ലാ മനുഷ്യനും ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് കുറെ കൂടെ മെച്ചമായ നിലയിലേക്ക് എനിക്കൊന്ന് രക്ഷപ്പെടണം. അതെ, അധികം ആളുകളും അത് സാമ്പത്തികമായിരിക്കുന്ന നന്മയുമായി കൂട്ടിക്കെട്ടിയാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ഭൗതികമായിരിക്കുന്ന നന്മയുമായി കൂട്ടിക്കെട്ടിയാണ് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, എന്നാൽ യഥാർത്ഥമായ രക്ഷ ഇതൊന്നുമല്ല എന്ന് നമുക്കറിയാം. പ്രിയമുള്ള, ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു ഭവനമില്ലാത്തവന് ഒരു വീട് പണിയാൻ കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. വിവാഹം കഴിയാത്ത മക്കളുള്ളവർ അവരുടെ വിവാഹം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേ, ഒരു മദ്യപാനിയായിരിക്കുന്ന ഭാര്യ, ഒരു ഭർത്താവോ മകനോ ഉള്ള ആളുകൾ അവർ മദ്യപാനം നിർത്തിയാൽ അവർ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു ബിസിനസ് നടത്തിയാൽ നല്ല ലാഭം കിട്ടിയാൽ അതിന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു ജോലി കിട്ടിയാൽ അത് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു പരീക്ഷയ്ക്ക് നാം നല്ല മാർക്കോടെ പാസ്സായാൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ അനേകം രക്ഷപ്പെടലുകൾ നമുക്ക് അറിയാവുന്ന തരത്തിലുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ മുൻപറഞ്ഞ രക്ഷപ്പെടലുകളെല്ലാം അത് നമ്മുടെ മരണത്തോടെ പര്യവസാനിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. അത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അത് പെട്ടിക്കകത്ത് കയറുന്നത് വരെ, അല്ലെങ്കിൽ മരണം നമ്മെ കൈവരിക്കുന്നത് വരെ ഈ രക്ഷപ്പെടലുകളെല്ലാം ഉള്ളൂ. ഞാൻ പറഞ്ഞ രക്ഷപ്പെടലുകളെല്ലാം അത് മരണത്തോടെ അവസാനിക്കുമ്പോൾ ഒരു മനുഷ്യന് ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു കാര്യമാണ് അവൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന തനതായ പാപം എന്നുള്ളത്. അതെ, പാപത്തിൻ്റെ ആ ഒരു സുഖം ഒരു മനുഷ്യനും നിന്നു പോകുന്നില്ല എന്നുള്ളതാണ്. അതേ, ആദ്യം ബീറിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പുകയിൽ തുടങ്ങിയ ആ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പിന്നീട് അവനെ വലിയമായിരിക്കുന്ന ഒരു അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവൻ അതിൽ സന്തോഷിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം നാം മറന്നു പോകാതിരിക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ പാപത്തിന്റെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ അതെ, ആ പാപത്തിൽ നിന്ന് ഒരു മനുഷ്യനും രക്ഷപ്പെടാനായി കഴിയുകയില്ല എന്നുള്ളതാണ് ഈ സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യഥാർത്ഥമായിരിക്കുന്ന സത്യം. അതെ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അവനവൻ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ കൊണ്ട് കഴിയുകയില്ല. അവനവൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യനും അവനവന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുകയില്ല. നാം കഴിക്കുന്ന നേർച്ചയോ, നാം കൊടുക്കുന്ന വഴിപാടോ, നാം പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാലോ, നാം വെടിക്കെട്ട് നടത്തിയാലോ, തുലാഭാരം